എല്ലാ ക്ഷേത്രങ്ങളിലും ഉത്സവ ചടങ്ങുകളുടെ അവസാന ഘട്ടത്തിൽ ദേവീദേവന്മാരെ ജലാശയത്തിലേക്ക് എഴുന്നള്ളിച്ചാണ് സാധാരണ ആറാട്ട് പതിവ്. എന്നാൽ ഇവിടെ ദേവിയെ പുഴയിലേക്ക് ആറാട്ടിനായി എഴുന്നള്ളിക്കാറില്ല. എങ്കിലും ദേവി ആറാട്ട് ആഗ്രഹിക്കുന്നു. അതിനാൽ തന്നെ താണിക്കുടത്തമ്മയുടെ ആറാട്ടിന് താന്ത്രിക കർമ്മങ്ങളും മന്ത്രോച്ചാരണങ്ങളും വേണ്ട. പെരുമഴയിൽ വെള്ളം പൊങ്ങി പുഴ തന്നെ താണിക്കുടം ദേവിയെ തേടിയെത്തും. ക്ഷേത്രത്തിലെത്തുന്ന വെള്ളത്തിൽ മുങ്ങിയാണ് ദേവിയുടെ ആറാട്ട്. വിഗ്രഹം വെള്ളത്തിൽ മുങ്ങുന്നതോടൊപ്പം ക്ഷേത്രവും പരിസരവുമെല്ലാം പുഴ പോലെയാകും. ഈ ദിവസം ഭക്തജനങ്ങൾ ഒന്നടങ്കം ക്ഷേത്രത്തിലെത്തി മുങ്ങിക്കൊളിച്ച് ദേവിയുടെ അനുഗ്രഹം തേടും. ദേവിയുടെ ആറാട്ട് മൂലം ദേശത്തിന് സമ്പൽ സമൃദ്ധി കൈവരുമെന്നാണ് ഐതിഹ്യം. താണിക്കുടം ഭഗവതി ക്ഷേത്രത്തിലെ ആറാട്ട് ഈ കൊല്ലത്തെ ആദ്യത്തെ ആറാട്ട് ഇന്ന് നടക്കുകയാണ്. കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മറ്റു ക്ഷേത്രങ്ങളിലൊക്കെ ദേവീദേവന്മാർ ആറാട്ടിനായി പുറത്തേക്ക് എഴുന്നള്ളുമ്പോൾ ഇവിടെ പ്രകൃതി പുഴ ഒഴുകിയെത്തി ദേവീ സന്നിധിയിൽ ആറാട്ട് നടക്കുന്ന ഒരു പ്രത്യേകത കേരളത്തിൽ ഇവിടെ മാത്രമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. കനത്ത മഴയായാൽ കൂടി ചിലപ്പോൾ ആറാട്ട് നടക്കാറില്ല. ദേവിയും പുഴയും വിചാരിച്ചാലാണ് ആറാട്ട് നടക്കുക. വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം പ്രകൃതിയുടെ ഈ പ്രതിഭാസം ഉണ്ടാകുന്നു. ഈ ആറാട്ട് 3 ദിവസം വരെ ചിലപ്പോൾ നീണ്ടു നിൽക്കാറുണ്ട്. ആറാട്ട് ദിവസങ്ങളിൽ ക്ഷേത്രം കഴകക്കാരനും ശാന്തിയും ചേർന്ന് ചെമ്പിൽ കയറി സ്ഥാനം നോക്കിയാണ് വിളക്ക് വയ്ക്കുന്നതും വിഗ്രഹത്തിൽ മാല കൊണ്ടിടുന്നതും. ദേവിയെയും സസ്യജാലങ്ങളെയും ഋതുഭേദങ്ങളെയും വാരിപ്പുണർന്ന് പുഴ മടങ്ങുന്നതുവരെ നിത്യപൂജകൾ സ്ഥാനം നോക്കിയാണ് നടത്താറ്. തിമിർത്തു പെയ്ത കർക്കിടക മഴയിൽ താണിക്കുടം ഭഗവതിക്ക് തിരുവാറാട്ട്. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വിഭിന്നമായി ഈ ക്ഷേത്രത്തിൽ പുഴ തന്നെ ദേവിയെ ആറാട്ടിനായി തേടിയെത്തുന്നു എന്നതാണ് പ്രത്യേകത. ഇത്തവണ ആറാട്ട് ഞായറാഴ്ചയായതിനാൽ നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിലെത്തിയത്. ശ്രീകേശ് വെള്ളാനിക്കര, TCV ന്യൂസ്.